നിങ്ങൾ വായിച്ചു കാണും. അതായത് മധ്യപ്രദേശിൽ ജയ്പൂരിലുണ്ടായിരുന്ന ഒരു കമ്പനി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ആ കമ്പനിയുടെ കപ്പ് സിറപ്പ്, കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന കപ്പ് സിറപ്പ് കഴിച്ച് 16 കുട്ടികൾ, കൊച്ചുകുട്ടികളാണ്, അവർക്ക് കിഡ്നി പ്രോബ്ലമായി അവസാനം അവർ മരിച്ചു. മറ്റു പലരും ഏകദേശം പലരും കോമയിലാണ്. അതായത് വളരെ ദുഃഖത്തോട് പറയുകയാണ്, വളരെ സീരിയസ് കണ്ടീഷൻ. അതായത് ഇന്ത്യൻ ഫാർമ അറിയപ്പെടുന്നൊരു ഫാർമ കമ്പനിയാണ്. അപ്പം അവരുടെ പ്രോഡക്റ്റാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി പല ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ യഥാർത്ഥ ഇഷ്യൂയിലോട്ട് പോകുന്നില്ല. എന്താ യഥാർത്ഥ ഇഷ്യൂ മനസ്സിലാക്കുക. ഇന്ത്യ എന്ന് പറഞ്ഞ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫാർമസ്യൂട്ടിക്കൽ, അമേരിക്കയുടെ 40% ജനറിക് ഫാർമ സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് പോകുന്നു. അതേപോലെ GCC രാജ്യങ്ങൾ, നിങ്ങൾ ദുബായിലോ മിഡിൽ ഈസ്റ്റോ പോയിട്ട് ഒരു മെഡിസിൻ എടുത്ത് നോക്കുക, മാനുഫാക്ചർഡ് ഇൻ ഇന്ത്യ. അതേപോലെ യൂറോപ്പിൽ മറ്റ് പല രാജ്യങ്ങളും നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. പക്ഷെ അവിടെയും ഇവിടെ കൊടുക്കുന്ന ഇന്ത്യൻ കൺസ്യൂമറിന് അവിടെ കൊടുക്കുന്ന നമ്മൾ വ്യത്യാസം. സിമ്പിൾ ചോദ്യമാണ്. ബ്രാൻഡഡ് ആണ് ഈ സാധനം. അതായത് ഈ ഇൻഡസ്ട്രിയുമായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ എന്താണ് ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം. മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവം, ഇന്ത്യൻ ഫാർമാസ്യൂട്ടിക്കൽ സെക്ടർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച വലിയൊരു മാഫിയാണ് ഈ സംഭവം. ഡ്രഗ് കൺട്രോൾ സ്റ്റേറ്റിൻ്റെ, നിങ്ങൾക്കറിയാം, ആ പോസ്റ്റിലോട്ട് വരണമെങ്കിൽ എത്ര കോടി കൊടുത്തിട്ടാണ് ആ പോസ്റ്റിലോട്ട്. അതേപോലെ പല ഫാർമ കമ്പനികളുമാണ് ഇതൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. പല ഡ്രഗ് കേസിലും പല കേസുകളിലും വിജിലൻസ് എൻക്വയറി ഒക്കെ നടത്തി. നിങ്ങൾക്കറിയാം പല സ്റ്റേറ്റുകളിലൊക്കെ വിജിലൻസ് എൻക്വയറി ഇതൊക്കെ എന്തുവാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റ്. ഇത് അവസാനം ഇവർക്ക് അനുകൂലമായിട്ടേ പോകത്തുള്ളൂ. കാരണം ഹൈലി പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആണ് ഈ പറയുന്ന ഡ്രഗുമായി ബന്ധപ്പെട്ട ബ്യൂറോക്രാറ്റ്സും അതേപോലെ തന്നെ പൊളിറ്റീഷ്യൻസ്. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതായത് ഡീപ്പായിട്ടുള്ള, ഒരിക്കലും അവരെ പറ്റി വിരൽ ചൂണ്ടി ഇവർ അഴിമതി കാണിക്കുന്നുവെന്ന് ഇന്ത്യൻ പത്രങ്ങൾ പോലും പറയാൻ ഭയമാണ്. കാരണം അത്ര ശക്തമാണ് ഈ ലോബി. അവർക്ക് നിങ്ങളപ്പം മനസ്സിലാക്കേണ്ടത്, ഈ അമേരിക്കയിലും ഈ GCC രാജ്യങ്ങളിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ മരുന്ന് കയറ്റി അയക്കുമ്പോൾ ഇന്ത്യ കൊടുക്കുന്ന രണ്ടും വ്യത്യാസമുണ്ട്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ ഡൽഹിയുടെ അടുത്ത് ഇഷ്ടം പോലെ ഈ ലോക്കലായിട്ട് മരുന്നുകളുണ്ട്, ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട്. കാരണം അവർ ഔട്ട്സോഴ്സ് കിട്ടിയേക്കണം പല കമ്പനികളുടെ കൊടുത്തിട്ട് ഇന്ത്യയിൽ കൊടുക്കാൻ വേണ്ടി. അപ്പോഴീ അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലും അതാണ് വ്യത്യാസം, അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ അവർ പറയും ഇന്ന കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ എക്സ്പോർട്ടിങ്ങിന് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അമേരിക്കൻ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് അവർ പറയും, അവർ പോയി അവർ ഇന്ന ലാബിൽ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്യണം, സാമ്പിളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഏത് ക്വാണ്ടിറ്റിയാണ് പോകുന്നത് ആ ക്വാണ്ടിറ്റിയായി ബന്ധപ്പെട്ട് ടെസ്റ്റ് ചെയ്യണം. അതേപോലെ അമേരിക്കൻ ഇൻസ്പെക്ടേഴ്സ്, GCC രാജ്യങ്ങളിലെ ഒരു സ്പെസിഫിക് ബോഡിയുണ്ട്. അവർക്ക് ഏത് സമയത്തും ഈ കമ്പനി പോയി റെയ്ഡ് നടത്താം, ഇൻസ്പെക്ട് ചെയ്യാം, മോണിറ്റർ ചെയ്യാം. കാരണം ആ കമ്പനിയിൽ മാത്രമേ ഈ സാധനം ഉണ്ടാക്കാൻ പാടുള്ളൂ. അവർ പറയുന്ന ഈ സ്പെസിഫിക്കേഷൻ്റെ അകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റത്തില്ല. മാറുവാണെങ്കിൽ ഈ സാധനം അങ്ങ് ടെർമിനേറ്റ് ചെയ്യുക അവരുടെ കോൺട്രാക്റ്റ്. അത്ര സ്ട്രിക്റ്റാണ് അവർ. കാരണം നമ്മൾ കഴിക്കുന്ന മെഡിസിനാണ് ഈ സംഭവം. അതാണ് അതിൻ്റെ വാല്യൂ, ഹ്യൂമൻ വാല്യൂ. കാരണം ഇന്ത്യയിൽ ഹ്യൂമൻ വാല്യൂ ഇല്ല. ഒരു മനുഷ്യൻ എന്തെങ്കിലും പറ്റി, മെഡിസിൻ കഴിച്ച് എന്തെങ്കിലും പറ്റി, അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ആക്ഷൻ എടുത്തുകളായി. ആ കമ്പനിയുടെ ബോർഡിൻ്റെ ചെയർമാനും ഡയറക്ടേഴ്സും ഇതിനൊന്നും പിന്നെ ലൈഫിൽ അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. ആ രീതിയിലാണ്. കാരണം ഇവിടെ ഫുഡ് നമ്മൾ ആലോചിച്ച് നോക്കുക, അതിനകത്ത് എത്രമാത്രം അഡൾട്ടേഷനും ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടും പഴയ സാധനങ്ങളൊക്കെ വിറ്റിട്ട് എത്ര പേരെയാണ് പണിഷ് ചെയ്തേക്കുന്നത്. ആ ഒരു വ്യത്യാസമാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ ഇന്ത്യ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ മരിച്ചിരിക്കുന്ന കുട്ടികൾ, ഈ പറയുന്ന ഇതൊരു ഭയങ്കര അൺഹോളി ആക്സസ്സാണ്. ഈ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഇതേപോലെ ചെക്കിംഗ് ഒക്കെ ആദ്യത്തെ ഒന്നും സംഭവമുള്ളൂ, പിന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. കാരണം ഈ മാനുഫാക്ചേഴ്സും ഈ പൊളിറ്റീഷ്യൻസും അതേപോലെ ഡോക്ടേഴ്സ്, പല ഹോസ്പിറ്റൽസും നിങ്ങൾക്കറിയാം, ഇവരുമായിട്ടൊരു അൺഹോളി നക്സസ് ഉണ്ട്. പല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും
അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹ്യൂജ് വരുമാന മാർഗം എന്താണെന്ന് നിങ്ങളുടെ ധാരണ? അവിടെ പ്രവർത്തിക്കുന്ന ഫാർമയാണ്, ഫാർമ സ്റ്റോറാണ്. അതിനകത്ത് എത്ര കൂടി കിട്ടുമ്പോൾ അവർക്കത് ഇത്ര ലാഭമാണ്. കാരണം ഈ മരുന്നുകൾക്കൊക്കെ കൊള്ള വിലയാണ് അവർ ഈടാക്കുന്നത്. കാരണം അവിടെയുള്ള മരുന്നുകളാണ് എഴുതുന്നത്. കാരണം ഇതൊന്നും ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരെയും കൂടി പറ്റത്തില്ല. കാരണം ആ രീതിയിലാക്കിയെടുത്ത് മോദിയല്ല ആരും വിചാരിച്ചാൽ പറ്റത്തില്ല ഈ സംഭവം. അത്ര സ്ട്രോങ് ലോബിയാണ്. നിങ്ങൾക്കറിയോ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്റ്റാർട്ട് ചെയ്യ പ്രധാനമന്ത്രി ഔഷധി സ്റ്റോറുകളൊക്കെ ഈ പറയുന്ന പല കോമ്പോണന്റ് ഇതിനകത്ത് ചേർക്കുന്ന സാധനങ്ങൾ ഇത് അതേപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ അത് നമുക്കറിയാം, നമ്മുടെ എത്ര ഡോക്ടേഴ്സ്, വളരെ കുറച്ച് പേര് ഈ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര പേരെ അറിയും? അവരൊരിക്കലും അത് ചെയ്യത്തില്ല. ഈ പല മൾട്ടി സ്പെഷ്യാലിറ്റി പല ഹോസ്പിറ്റൽ അവർക്ക് ഈ ബ്രാൻഡഡ് കാരണം ഹ്യൂജ് മണിയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മാർജിനും ഹ്യൂജാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈം മിനിസ്റ്റർ അതായത് ഔഷധിയിൽ നിന്ന് വാങ്ങുന്നതും ഈ പറയുന്ന ഒരു കെമിസ്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്നൊരു വ്യത്യാസം നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോകുന്നതാണ് ഈ സംഭവം. ഇതിനെതിരെ ഒന്നും ആൾക്കാരൊന്നും പറയത്തില്ല. ഈ GSTയുമായി ബന്ധപ്പെട്ട് ഞാൻ മെഡിസിൻ വാങ്ങുന്നതാണ്. കാരണം ഷോപ്പിൽ നിന്ന് എനിക്കറിയാം അവരെത്രയാണ് ഇതിൻ്റെ MRP എഴുതിയേക്കുന്നത്, എത്രയാണ്. ഡൽഹിയിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു, ഇവിടെ 25-30% ഡിസ്കൗണ്ട് തരുന്നത്. അത് എന്നെ പോലുള്ള നിങ്ങളെ പോലെ കൺസ്യൂമേഴ്സിന് ഡിസ്കൗണ്ട് ചവറ് പോലെ ഷോപ്പുകൾ കോമ്പറ്റീഷന്. അപ്പോൾ ഇതിനകത്ത് ഈ MRP എഴുതിയേക്കുന്നത് ഗവൺമെൻറ് ഈ പറയുന്ന GST അതിൻ്റെ അകത്ത് റിഫോംസിൻ്റെ അകത്ത് എന്ത് ഗുന്തമായിട്ടുള്ളത്. അത് ഞാൻ പറയുന്നത് ബാധിക്കത്തൊന്നുമില്ലത്. കാരണം അവർക്ക് അവരുടെ ലാഭം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ഇത് വാങ്ങുന്ന കൺസ്യൂമറാണ്. ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന കൊച്ചുകുട്ടികളുടെ കപ്പ് സിറപ്പും പണം കൊടുത്ത് ഈ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് ഈ മാനുഫാക്ചർ അറിയപ്പെടുന്ന ബ്രാൻഡ് വാങ്ങി അവരുടെ കുട്ടികൾക്ക് കിഡ്നി ഫെയിലിയർ ആകുന്നു, ആ കുട്ടികൾ മരിക്കുന്നു. ഇതിനാരാ അക്കൗണ്ടബിലിറ്റി, ആരാ റെസ്പോൺസിബിലിറ്റി, ആരാ എടുക്കുന്നത്? പെട്ടെന്ന് ആൾക്കാരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി രാജസ്ഥാൻ ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്തു അവരുടെ ഈ പ്രോഡക്റ്റ് സസ്പെൻഡ്. ആ പ്രോഡക്റ്റ് മാത്രം ഇഷ്ടം പോലെ പ്രോഡക്റ്റുള്ള കമ്പനിയാണ്, ആയിരക്കണക്കിന് കോടിയുടെ ആസ്തിയുള്ള കമ്പനിയാണ്. അവരെയൊന്നും അതിൽ കൂടുതലും തൊടാൻ പറ്റത്തൊന്നുമില്ല. കാരണം ഈ ഇരിക്കുന്ന നിങ്ങൾക്കറിയാം ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് കൺട്രോൾ ഈ സംഭവങ്ങളൊക്കെ പല ആൾക്കാർക്ക് ഇവർ ഇൻസ്പെക്ഷനും പരിപാടിയും ഇതൊക്കെ എത്രയിടത്ത് പോകുന്നുണ്ട്. അതൊന്നും ഈ പറയുന്ന എല്ലാ നൂലാമാലകളും ക്ലിയറൻസും ഈ സംഭവങ്ങളൊക്കെ ഒരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ അതും പല രീതിയിലാണ് ഇവർക്കറിയാം. ഇപ്പം മാനുഫാക്ചറിന് അറിയാം ഒരു പുതിയ പ്രോഡക്റ്റ് ട്രയലിന് പോയിട്ട് അത് എങ്ങനെ ചെയ്ത് ഉണ്ടാക്കിയെടുത്ത് അത് ആൾക്കാർക്ക് അത് എങ്ങനെ മാർക്കറ്റിൽ വരുത്താൻ അവർക്ക് അതിൻ്റെ നൂലാമാലകളൊക്കെ വളരെ സ്പെസിഫിക് ആയിട്ട് അറിയാം. അപ്പം ആ രീതിയിൽ പോകുന്നത് ഇവിടെ മെഡിസിൻ അഡ്വർടൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു കാര്യം പറയാം. ഈ അമേരിക്കയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻ മാത്രമേ ചില ഷോപ്പുകളിലും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത മെഡിസിനും വാങ്ങാം. അതായത് നമ്മൾ ഗാവിസ്കോൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ്ട്രിക്സിന് വാങ്ങുന്ന സാധനം, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനമൊക്കെയാണ് പോകുന്നത്. അപ്പം അതിൻ്റെ വില ഇപ്പം 100 രൂപ 175 രൂപയാണ് ഇന്ത്യയിൽ വിൽക്കുന്നത്. ഗാവിസ്കോൺ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ ഈ സംഭവം അസിഡിറ്റിയൊക്കെ ഉള്ളത്. ഇതേ ഗാവിസ്കോൺ ക്വാണ്ടിറ്റി കൂടിയത് അമേരിക്ക $2-3-1.5 ഉള്ളൂ. അപ്പോൾ ഈ കമ്പനികൾ അത്ര കൊള്ളയടിക്കുന്നത് മനസ്സിലാക്കണം. കാരണം ഇവരെ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്ത് അവിടെ പോയിട്ട് അവിടെ കൗണ്ടറിൽ ഇത് കൊടുക്കുമ്പോഴും ഇന്ത്യയെക്കാളും വില കുറവാണ്. അപ്പോൾ ഇവിടെ സാധാരണക്കാരന് അവിടെ വില കൂടുതലാണ്. ഇതാണ് ഞാൻ പല ആവർത്തി പറയും, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ഇത് വിദേശ രാജ്യത്തു നിന്ന് പോകുമ്പോൾ അവിടെ വില കുറവ് ഇന്ത്യയിലാണെങ്കിൽ ലോകത്തില്ലാത്തവരെ. കാരണം ഇവരെല്ലാവർക്കും ഈ കമ്മീഷൻ കൊടുക്കണം. ഈ മാനുഫാക്ചറർ, ഈ പറയുന്ന പൊളിറ്റീഷ്യൻ അവന് കൊടുക്കണം, അതേപോലെ അവിടെ ഇരിക്കുന്ന ബ്യൂറോക്രാറ്റ്സിന് കൊടുക്കണം, ഇതുമായി ബന്ധപ്പെട്ട ഇൻസ്പെക്ടേഴ്സിന് അവർക്ക് കൊടുക്കണം. അതായത് അഴിമതിയുടെ ഒരു സംഭവം. ഇത് പാവം കുട്ടികൾ എത്രയോ മരിച്ചു പോവുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനൊക്കെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ കൊണ്ട് ഇന്നും, അതായത് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യുവാണെങ്കിൽ ഇതൊക്കെ മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ സ്റ്റേറ്റ് ഭരിക്കുന്നതൊക്കെ വേറെ ഇവരുടെ പാർട്ടി അവരുടെ പാർട്ടി ഒക്കെയാണ്. അപ്പം അവിടെ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു വലിയ റവന്യൂ ആണ് ഈ ഫാർമ സെക്ടറിൽ നിന്ന് കിട്ടുന്ന കൈക്കൂലി. അതേപോലെ ഡ്രഗ് കൺട്രോളറെ ഇൻസ്പെക്ടറൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന കൈക്കൂലി. ഇതൊന്നും മാറ്റാൻ ഇവർ തയ്യാറല്ല. അതുകൊണ്ടാണ് ഇതേപോലെയുള്ള അപകടവും സ്കാമും കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ വരുന്നത്. കാരണം ഒരു കാരണവശാലും നമ്മൾ അക്സെപ്റ്റബിളേ അല്ല ഇതേപോലെയുള്ള
കഴിക്കുന്ന മരുന്നിനകത്ത് പോലും നമ്മൾ എങ്ങനെ വിശ്വസിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഇഷ്യൂ. അപ്പം ആരാണ് ഇതിൻ്റെ അകത്ത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, ആരാണ് അക്കൗണ്ടബിൾ? അതിനെപ്പറ്റി ഒന്നും പറയത്തില്ല. ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്യും, ചിലപ്പോൾ അതിൻ്റെ 1-2 അറസ്റ്റ് ഉണ്ടാകുക, അത് കഴിഞ്ഞ് ഇവരെല്ലാം ജാമ്യത്തിൽ പുറത്തിറങ്ങും. ഈ കുട്ടികളെ നഷ്ടപ്പെടുന്ന പേരൻസ്, അവർ അൾട്ടിമേറ്റ്ലി അവർക്കാണ് നഷ്ടപ്പെടുന്നത്. അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഈ അഴിമതി എന്ന് പറയുന്നത് ഒരിക്കലും തുടച്ചു നീക്കാൻ പറ്റത്തില്ല. അത്ര ശക്തമാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന തെളിവാണ് ഫാർമാ സെക്ടറിൽ നമ്മൾ കഴിക്കുന്ന മരുന്നിനകത്ത് ഇതേപോലെയുള്ള അഴിമതിയും ഉത്തരവും കൊണ്ട് ഇതിനെ തൊടാൻ പറ്റാത്ത രീതി അത്രമാത്രം ഭയങ്കര ലോബിങ് ആണ്. ഏത് പൊളിറ്റീഷ്യൻ ഭരണം, ആരായിരിക്കണം മന്ത്രി, ആരായിരിക്കണം ഉദ്യോഗസ്ഥൻ, അവൻ്റെ ഇലക്ഷന് മത്സരിക്കാൻ നേരത്ത് അവർ ഫണ്ട് ചെയ്യും. ഇതൊക്കെ ഇന്ത്യയിൽ സ്ഥിരമായിട്ടുള്ള സംഭവം. അതുകൊണ്ടൊന്നും ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിലൊന്നും പെട്ടെന്ന് മാറാൻ പോയിട്ട് പറ്റുന്നില്ല. മാറുന്ന കാര്യം വളരെ സംശയം. കാരണം ഈ പറയുന്ന മാനുഫാക്ചേഴ്സിനെ ഒന്ന് ലോബിക്കും, ഈ പറയുന്ന ഹോസ്പിറ്റൽ ലോബിക്കും, ഈ പറയുന്ന ഇന്ത്യ ആര് ഭരിച്ചാലും, സ്റ്റേറ്റ് ആര് ഭരിച്ചാലും ആ പൊളിറ്റീഷ്യൻസുമായിട്ടൊരു അൺഹോളി റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ആവർത്തിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന പല മരുന്നുകൾ അതിൻ്റെ എത്രമാത്രം വലിയ സൈഡ് എഫക്റ്റ് ഉണ്ട് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ പറ്റൂ? അപ്പം ഇതിനെപ്പറ്റിയൊക്കെയാണ് ഇന്ത്യയിൽ വലിയ രീതിയിൽ പഠനം നടത്തിയാൽ പോലും ഇതൊന്നും ഒരിക്കലും പുറത്തു വരത്തില്ല. അതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതായത് നമ്മൾ ജനാധിപത്യം പറയുമ്പോഴും നമ്മൾ കഴിക്കുന്ന മരുന്ന്, അതിനെപ്പറ്റി ഒരു റിസർച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി പുറത്തു വരാൻ പോലും ഇവിടുത്തെ മീഡിയ, അതായത് പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം മീഡിയ, അവരൊരിക്കലും തയ്യാറാകുന്നത്. കാരണം അതിനെയും ഭരിക്കുന്നൊരു ലോബിയാണ് ഇന്ത്യയിലെ ഡ്രഗുമായി ബന്ധപ്പെട്ട്, അതായത് ഫാർമാ സെക്ടറുമായിട്ടുള്ള ലോബി. അവരെ തൊടാൻ പറ്റത്തില്ല. അത് ഇന്ത്യയിൽ പല ആവർത്തി തെളിയിച്ചിട്ടുണ്ട്. ഈ മധ്യപ്രദേശിൽ 16 കുട്ടികൾ മരണത്തോടുകൂടി അത് പ്രൂവ് ചെയ്തിരിക്കണം അവരെ തൊടാൻ പറ്റില്ല. അതാണ് കാരണം.